ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. സ്വയം പര്യാപ്തമായ ഇന്ത്യയ്ക്കായാണ് കേന്ദ്ര സർക്കാർ പരിശ്രമിക്കുന്നതെന്ന് രാജ്യസഭയിൽ ബജറ്റ് ചർച്ചകൾക്ക് മറുപടി നൽകിക്കൊണ്ട് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. തൊഴിലാളികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന നിയമ ഭേദഗതികളാണ് ബില്ലിലുള്ളതെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിലെ സേവാ തീർത്ത് കെട്ടിട സമുച്ചയത്തിന്റെ അനാച്ഛാദനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. കേരളത്തിൽ നിന്നുള്ള BJP കൌൺസിലർമാരുടെ സംഘം പ്രധാനമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കുംഭമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. ദർശന പുണ്യം തേടി ആയിരങ്ങൾ സന്നിധാനത്ത്. ICC പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ നമീബിയയെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. സ്വയം പര്യാപ്തമായ ഇന്ത്യയ്ക്കായാണ് കേന്ദ്ര സർക്കാർ പരിശ്രമിക്കുന്നത് എന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. സാമ്പത്തിക വളർച്ചയ്ക്കും സമഗ്ര വികസനത്തിനും സർക്കാർ പ്രചോദനം പകരുന്നതായും രാജ്യസഭയിൽ ബജറ്റ് ചർച്ചകൾക്ക് മറുപടി നൽകിക്കൊണ്ട് ധനമന്ത്രി പറഞ്ഞു. 2025-26 7.4% GDP വളർച്ചയാണ് രാജ്യം പ്രതീക്ഷിക്കുന്നതെന്നും ശ്രീമതി സീതാരാമൻ വ്യക്തമാക്കി. The real GDP growth is projected at 7.4% for the year 25-26, with a nominal growth rate at around 8%, while CPI inflation has softened to nearly 2%. So this is that combination that I'm talking about of a strong growth. Price stability is really uncommon globally and reflects the strength of India's economic fundamentals. വരും വർഷങ്ങളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വായ്പാ സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിനും ബജറ്റിൽ പ്രാധാന്യം നൽകുന്നു. നിർമ്മാണ മേഖലയ്ക്ക് ബജറ്റ് കരുത്തു പകരുന്നതായി പറഞ്ഞ ധനമന്ത്രി ബയോഫാർമ, സെമി കണ്ടക്ടർ, അപൂർവ ധാതു ഇടനാഴി, MSME തുടങ്ങിയ മേഖലകൾക്ക് പ്രത്യേക പ്രാധാന്യം ബജറ്റിൽ നൽകിയിരിക്കുന്നതായും അറിയിച്ചു. ക്ഷേമ പദ്ധതികളുടെ വിഹിതം വെട്ടിക്കുറച്ചെന്ന പ്രതിപക്ഷ ആരോപണം ശരിയല്ലെന്നും മധ്യവർഗത്തിന് ഗുണകരമായ തരം സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് സർക്കാർ നടപ്പാക്കുന്നതെന്നും ശ്രീമതി സീതാരാമൻ വ്യക്തമാക്കി. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് നിയമ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ലോക്സഭ പാസാക്കിയ ബില്ലിന് പിന്നീട് രാജ്യസഭയും അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് ബിൽ ഇരുസഭകളിലും അവതരിപ്പിച്ചത്. ഇത് സംബന്ധിച്ച 2020 നിയമം ഭേദഗതി ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളതാണ് നിർദ്ദിഷ്ട ബിൽ. ഈ നിയമം തൊഴിലാളികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതാണെന്ന് 17 ദേശീയ തൊഴിലാളി സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ചർച്ചകൾക്ക് മറുപടി നൽകിക്കൊണ്ട് ശ്രീ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. വ്യവസായ മേഖലയിലെ തൊഴിലാളികൾക്ക് അടിസ്ഥാന വേതനം ഉറപ്പാക്കുന്നതിനൊപ്പം സ്ത്രീ പുരുഷ ഭേദമന്യേ തുല്യവേതനം കൃത്യസമയത്ത് ലഭ്യമാക്കുമെന്നും നിയമം ഉറപ്പു നൽകുന്നു. ബില്ലിനെ എതിർത്ത് സംസാരിച്ച കോൺഗ്രസ് MP കൊടിക്കുന്നിൽ സുരേഷ് തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് പകരം സർക്കാർ അത് ദുർബലപ്പെടുത്തുകയാണെന്ന് ആരോപിച്ചു. എന്നാൽ ബിൽ രാജ്യത്തെ തൊഴിലാളികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നും വ്യവസായങ്ങൾ സുഗമമായി നടത്തുന്നതിന് സഹായിക്കുമെന്നും BJP അംഗം ദർശൻ സിംഗ് ചൌധരി പറഞ്ഞു. ബിൽ പാസാക്കിയ ശേഷം ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിൽ രാജ്യത്തെ ന്യൂക്ലിയർ റിയാക്ടറുകളുടെ ശേഷി ഗണ്യമായി വർദ്ധിച്ചതായി കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. 2014 കേവലം 4780 മെഗാവാട്ട് മാത്രമായിരുന്ന ആണവശേഷി ഇപ്പോൾ 8780 മെഗാവാട്ടിലെത്തിയതായും അദ്ദേഹം രാജ്യസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. തമിഴ്നാട്ടിലെ കൂടംകുളം ആണവ നിലയത്തിന്റെ 3ഉം 4ഉം യൂണിറ്റുകൾ ഈ വർഷവും അടുത്ത വർഷവുമായി സജ്ജമാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി അറിയിച്ചു. ന്യൂഡൽഹിയിലെ സേവാ തീർത്ത് കെട്ടിട സമുച്ചയത്തിന്റെ അനാച്ഛാദനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. പ്രധാനമന്ത്രിയുടെ ഓഫീസ്, ദേശീയ സുരക്ഷാ കൌൺസിൽ സെക്രട്ടേറിയറ്റ്, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് തുടങ്ങിയവയാണ് സേവാ തീർത്തിൽ പ്രവർത്തിക്കുന്നത്. തുടർന്ന് സുപ്രധാന മന്ത്രാലയങ്ങളെ ഉൾക്കൊള്ളുന്ന കർത്തവ്യ ഭവൻ 1ഉം 2ഉം പ്രധാനമന്ത്രി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം സേവാ തീർത്തിൽ നടക്കുന്ന പൊതുപരിപാടിയെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. 3 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ കേരളത്തിൽ നിന്നുള്ള BJP കൌൺസിലർമാരുടെ സംഘം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ, കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ എന്നിവരുൾപ്പെടെയുള്ള നേതാക്കളുമായും സംഘം കൂടിക്കാഴ്ച നടത്തിയതായി തിരുവനന്തപുരം മേയർ VV രാജേഷ് അറിയിച്ചു. കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. ഏത് തരത്തിലാണ് രാഷ്ട്രീയമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്, ഭരണപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ട് നല്ല എക്സ്പീരിയൻസ്. ഇപ്പോൾ മനോഹർ ലാൽ ഖട്ടാർജി മുഖ്യമന്ത്രിയായിരുന്നു, നഗരവികസന ഉപമന്ത്രിയാണ്. അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി, JP നഡ്ഡ, ഇങ്ങനെയുള്ളവരുടെയൊക്കെ തന്നെ ഒരു ട്രെയിനിങ് ഞങ്ങൾക്ക് ലഭിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഞങ്ങളുടെ പ്രവർത്തനം കൂടുതൽ ഇഫക്റ്റീവ് ആകാൻ വേണ്ടി നല്ല രീതിയിൽ ഗുണം.
ഇന്ത്യൻ സായുധ സേനകളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനായി 3.60 ലക്ഷം കോടി രൂപയുടെ സംഭരണ നിർദ്ദേശങ്ങൾക്ക് അനുമതി നൽകി പ്രതിരോധ സംഭരണ കൌൺസിൽ. വ്യോമസേനയ്ക്കായി റഫാൽ മൾട്ടി റോൾ യുദ്ധവിമാനം, മിസൈലുകൾ, ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്യൂഡോ സാറ്റലൈറ്റ് എന്നിവ സംഭരിക്കുന്നതിനാണ് DAC അനുമതി നൽകിയത്. റഫാൽ MRFA യുദ്ധവിമാനങ്ങളിൽ ഏറിയ പങ്കും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ് ധാരണ. ഡോർണിയർ 228 വിഭാഗത്തിലെ 8 വിമാനങ്ങൾ വാങ്ങുന്നതിനായി പ്രതിരോധ മന്ത്രാലയം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി കരാറിൽ ഒപ്പിട്ടു. 2312 കോടി രൂപയുടെ കരാറിൽ തീര സംരക്ഷണ സേനയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളും ഉൾപ്പെടുന്നതായി മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അപേക്ഷകൾ ഈ മാസം 17 വരെ സ്വീകരിക്കും. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്തിന് 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് newsonair.gov.in, prasarbharati.gov.in/PB vacancies എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിക്കുക. കുംഭമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ദേശീയ പണിമുടക്കിൽ നിന്ന് ശബരിമല തീർത്ഥാടകരെ ഒഴിവാക്കിയിട്ടുള്ളതിനാൽ പമ്പയിലേക്കുള്ള KSRTC ബസ്സുകളും പമ്പ നിലയ്ക്കൽ ചെയിൻ സർവീസും തടസ്സമില്ലാതെ സർവീസ് നടത്തുന്നുണ്ട്. കുംഭമൊന്നായ നാളെ രാവിലെ 5-നാണ് നട തുറക്കുക. കുംഭമാസ പൂജകൾ പൂർത്തിയാക്കി 17-ന് നടയടയ്ക്കും. അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തക വിതരണവും സൗജന്യ കൈത്തറി യൂണിഫോം വിതരണ പദ്ധതിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് പട്ടം സെന്റ് മേരീസ് സ്കൂളിലാണ് ഉദ്ഘാടന ചടങ്ങ്. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കുള്ള പാഠപുസ്തകങ്ങളാണ് വിതരണം ചെയ്യുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം സർക്കാർ ശക്തിപ്പെടുത്തി വരികയാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഡൽഹിയിൽ ഭാരത് ബോധൻ AI കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് AI വിപുലമാക്കാനുള്ള പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണെന്നും ഓരോ വിദ്യാർത്ഥിക്കും AI സാക്ഷരത അനിവാര്യമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. क्लास 3 से लेके एडवांस रिसर्च तक AI को एज ए टॉपिक, एज ए रिसर्च इशू, एज ए मॉडल, एज ए कम्युनिकेशन स्ट्रेटेजी, AI सिर्फ टेक्नोलॉजी की विषय नहीं है. अभी हमने देखा कई सारे B स्कूल्स अपने पढ़ाई में AI प्रिपेयर्डनेस में बाकी संस्थानों से भी आगे जा रहे हैं. टेक्नोलॉजिकल इंस्टीट्यूशंस उसकी डीप रिसर्च कर रहे हैं, उसकी इनोवेशन कर रहे हैं, उसकी मॉडल बना रहे हैं. ബ്രസീൽ പ്രസിഡന്റ് ലുല ഡ സിൽവ 5 ദിവസത്തെ സന്ദർശനത്തിനായി ഈ മാസം 18-ന് ഇന്ത്യയിലെത്തും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ICC പുരുഷ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ നമീബിയയ്ക്കെതിരെ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 6 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 86 റൺസ് എന്ന നിലയിലാണ്. ഓപ്പണറായി കളിക്കളത്തിലിറങ്ങിയ സഞ്ജു സാംസൺ 22 റൺസിന് പുറത്തായി. 8 പന്തിൽ 3 സിക്സും 1 ഫോറും സഞ്ജു നേടി. ഡൽഹിയിലാണ് മത്സരം പുരോഗമിക്കുന്നത്. ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ ഒമാനെതിരെ ശ്രീലങ്ക 105 റൺസിന് വിജയിച്ചു. രണ്ടാം മത്സരത്തിൽ ഇറ്റലി 10 വിക്കറ്റിന് നേപ്പാളിനെ പരാജയപ്പെടുത്തി. കേന്ദ്ര ബജറ്റിൽ ഇത്തവണ പ്രഖ്യാപിച്ച ഡെങ്കുനി സൂറത്ത് സമർപ്പിത ചരക്ക് ഇടനാഴിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി ഇന്ത്യൻ റെയിൽവേ. 2100 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇടനാഴി പശ്ചിമബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഇന്ത്യ മുൻനിരയിലാണെന്നും സർക്കാരും സ്വകാര്യ മേഖലയും യുവാക്കളുടെ നവീന ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ മാത്രമേ പുരോഗതി സാധ്യമാകൂ എന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന സ്റ്റാർട്ടപ്പ് പ്രോഗ്രാമിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വയം പര്യാപ്തമായ ഇന്ത്യയ്ക്കായാണ് കേന്ദ്ര സർക്കാർ പരിശ്രമിക്കുന്നത് എന്ന് രാജ്യസഭയിൽ ബജറ്റ് ചർച്ചകൾക്ക് മറുപടി നൽകിക്കൊണ്ട് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. തൊഴിലാളികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിയമ ഭേദഗതികളാണ് ബില്ലിലുള്ളതെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിലെ സേവാ തീർത്ഥ കെട്ടിട സമുച്ചയത്തിന്റെ അനാച്ഛാദനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. കേരളത്തിൽ നിന്നുള്ള BJP കൌൺസിലർമാരുടെ സംഘം പ്രധാനമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കുംഭമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ദർശനപുണ്യം തേടി ആയിരങ്ങൾ സന്നിധാനത്ത്. ICC പുരുഷ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ നമീബിയെ നേരിടുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.